ഇന്നത്തെ രാത്രി ഭക്ഷണത്തിന് വേണ്ടിയേ ഞാനൊരു 3 മുട്ടയും ഒരു പാക്കറ്റ് ബ്രെഡും എടുത്തിട്ടുണ്ട്. ഒരു പാക്കറ്റ് വേണ്ട, ഇതിൻ്റെ ഹാഫ് മതി. അപ്പം ഞാനൊരു കാര്യം ചെയ്യാൻ ആദ്യമായിട്ട് ഈ മുട്ട ഒന്ന് പൊട്ടിച്ചൊന്നൊരു പാത്രത്തിലോട്ടൊന്ന് ഒഴിക്കട്ടെ. ഇതാ മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്, ഒരല്പം ഉപ്പും കൂടെ ഇട്ടിട്ടുണ്ട്. ഇതിനെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കട്ടെ. ഞാനൊന്ന് മുട്ടയൊക്കെ നല്ലവണ്ണം ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബ്രെഡും മാറ്റി വെച്ചിട്ടുണ്ട്. ഇതാ ഒരു പാൻ അടുപ്പി വെച്ചിട്ടുണ്ട്. ഇച്ചിരി നെയ്യൊക്കെ പുരട്ടി പാനും നല്ലവണ്ണം ചൂടായിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ ബ്രെഡിൽ നിന്ന് 2 പീസ് എടുത്ത് ഓരോ പീസ് വീതം എടുക്കാം. മുട്ടയിലൊന്ന് മുക്കിയെടുക്കാവേ. ഇതാ ഇങ്ങനെ ഇട്ടിട്ട് നമുക്ക് കൈ കൊണ്ട് തന്നെ ഇങ്ങനെ ഒന്ന് മുക്കിയെടുക്കാവേ. ഇതാ എടുത്തിട്ട് നമ്മൾ ഈ പാനിലോട്ടൊന്ന് ഇട്ടിട്ടുണ്ട്. 2-3 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നമുക്ക് മറിച്ചിട്ട് ഒന്ന് എടുക്കാം. ഇതാ ഒരു സൈഡൊക്കെ നല്ലവണ്ണം മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അടുത്ത സൈഡ് നമുക്ക് ഒന്നുകൂടെ ഒന്ന് മറിച്ചിട്ട് നോക്കാം. ഇതാ നല്ല ക്രിസ്പിയായിട്ട് നമ്മുടെ ബ്രെഡെല്ലാം മുരിഞ്ഞ് വന്നിട്ടുണ്ട്. മുട്ടയും ഇതിൽ നല്ലവണ്ണം കവറായിട്ടുണ്ട്. ഇതാ കണ്ടോ, മുട്ട നല്ലവണ്ണം കവർ ചെയ്ത് ഇരിപ്പുണ്ടേ. നമുക്ക് മാറ്റിയിട്ട് ഇനി അടുത്തത് നമുക്ക് റെഡിയാക്കി വയ്ക്കാം. ഇപ്പോൾ ഇതാ 3 എണ്ണം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. കണ്ടോ, അല്പം നെയ്യ് കൂടെ ഒഴിച്ചാൽ നല്ല മണവും നല്ല ടേസ്റ്റും ആയിരിക്കും. ഈ പാനിൽ അല്പം നെയ്യ് തേച്ചിട്ട് നമ്മൾ ഇത് ഉണ്ടാക്കാൻ തുടങ്ങിയാൽ നല്ല മണവും നല്ല ടേസ്റ്റും കൂടുതലായിരിക്കും. ഇതിന് സാധാരണ വെളിച്ചെണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം. നെയ്യ് ഒഴിച്ചാൽ കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരിക്കും എന്നുള്ളതേ ഉള്ളൂ. നല്ല മുട്ടയൊക്കെ നല്ല കവർ ചെയ്തിരിക്കുന്നുണ്ടോ. ഇതങ്ങനെ നമ്മുടെ രാത്രി ഭക്ഷണം റെഡിയായിട്ടുണ്ട്. ബ്രെഡെല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട്. കൂടെ ഇച്ചിരി ചില്ലി സോസും കൂടെ എടുത്തിട്ടുണ്ട്. ഇച്ചിരി ഒരു എരിവും കൂടെ ഉള്ള സോസാണ്. അപ്പോൾ വേറെ കറിയോ ഒന്നും അന്വേഷിക്കേണ്ട. മുട്ടയും ബ്രെഡും ഈ സോസും കൂടെ കൂട്ടിയിട്ട് ഇന്നത്തെ രാത്രി ഭക്ഷണം നമുക്ക് കുശാലാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും ഒരു നേരത്തെ ഭക്ഷണം ഇങ്ങനെ ഒന്ന് ആക്കി നോക്കണേ. ഹെവി ഫുഡൊന്നുമല്ല, നമുക്ക് രാത്രിയൊക്കെ ആകുമ്പോൾ ലൈറ്റായിട്ടുള്ള ഫുഡ് മതിയല്ലോ. അപ്പോൾ ഇത് ഏറ്റവും ഗുണമുള്ള സാധനങ്ങളും ഒക്കെ ആയിട്ടുള്ള ഫുഡ് റെഡി ആയിട്ടുണ്ട്. ഓക്കെ, ബൈ.